ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ ഒരു ലൈഫ് ഇതിൽ കാണിക്കുന്നുണ്ട് ശരി. ധ്യാനിൻ്റെ ഒരു ത്രൂ ഔട്ട് റോളൊന്നുമില്ല, പക്ഷേ രസമായിട്ട് തന്നെ. മച്ചനമാല കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. ഒരു എന്താ പറയുക, ഒരു ദത്ത് നിൽക്കുന്ന ആണുങ്ങൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിൽ. അത് തന്നെ പടം കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. ഒരു വലിയ സൂപ്പർ ഹിറ്റ് മൂവി ഒന്നല്ല, ഒരു ആവറേജ് മൂവി. ഇപ്പോൾ എന്താ ഈ ദത്ത് നിൽക്കുന്ന ആണുങ്ങൾക്ക് ഫാമിലി ഓഡിയൻസിനൊന്നും അത്രയൊന്നും ക്ലിക്ക് ആവില്ല എന്ന് എൻ്റെ അഭിപ്രായം. വലിയൊരു സുഖമല്ല പടം ടോട്ടലി. എൻ്റെ മാലാഖ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു വൺ ഡേ വാച്ച് മൂവിയാണ്. നമുക്കറിയാലോ ബോബൻ സാമുവലിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അതിൽ ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കണത്. ഹൈലൈറ്റ് ആയിട്ടാണ് സൗബിൻ്റെ ഒരു വെറൈറ്റി റോളാണ്. പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വന്നവരെല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, വൺ ഡേ വാച്ച്. ധ്യാനിൻ്റെ ഒരു ത്രൂ ഔട്ട് റോളൊന്നുമില്ല, പക്ഷേ രസമായിട്ട് തന്നെ ധ്യാൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കാണാൻ പറ്റിയൊരിതാണ്. ആ രീതിയിലാണ് പടത്തിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഉണ്ടാവണം, അപ്പോൾ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, നല്ല സിനിമയാണ്. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. അതായത് ബോബൻ സാമുവൽ എന്ന് പറഞ്ഞ ഡയറക്ടർ മുൻകാല സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ബോബൻ സാറിൻ്റെ സിനിമ എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും അത് നന്നായിട്ട് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും. ഒരു കുഞ്ഞു കുടുംബചിത്രം എന്ന് പറയാം. ഫാമിലി ബന്ധങ്ങളും പിന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു സിനിമ. സൗബിൻ്റെയും നമിതയുടെയും പെയറിങ് നന്നായിരുന്നു. അതുപോലെ തന്നെ ശാന്തകൃഷ്ണയുടെ റോളും നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ നമിതയുടെ ഫാദറായിട്ട് അഭിനയിച്ച അഭിനേതാക്കളെല്ലാവരും നല്ല പെർഫോമൻസാണ്. ധ്യാനും അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ധ്യാനൊരു അത്യാവശ്യം പെർഫോം ചെയ്യാനുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഫാമിലി സിനിമ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുണ്ടാകുന്ന റിലേഷനും അതിനിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു കുടുംബചിത്രം എന്നുള്ള സിനിമയിൽ വന്നിട്ടുണ്ട്. നല്ല മൂവിയാണ്. അതായത് ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? നോർമലി ഇപ്പോൾ നമ്മൾ പണ്ട് ഭാര്യ എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടായിരുന്നില്ല. അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ ഒരു ലൈഫ് ഇതിൽ കാണിക്കുന്നുണ്ട് മൂവിയിൽ. പണ്ട് നമ്മൾ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ കാണാറുണ്ട്. ഭാര്യ സിനിമ കണ്ടിട്ടുണ്ട്, പിന്നെ അമ്മയും അതിലൊക്കെ നമ്മൾ സുകുമാരിയുടെ ക്യാരക്ടറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സിനിമയാണ്. പിന്നെ ഒരു സാധാരണ ഒരു സിനിമ. മറ്റേ ആസിഫ് അലിയുടെ പടം ഉണ്ടല്ലോ, കെട്ടിയോളാണ് എൻ്റെ മാലാഖ, അതേപോലത്തെ അല്ല, അതെങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിതൊരു നോർമലി ഒരു മൂവി, ഇതേ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇതേപോലത്തെ സ്റ്റോറി സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു നോർമൽ ഒരു സിനിമ. അത് നമുക്ക് ശരിക്കും അങ്ങനെ നിൽക്കുന്ന എന്താ പറയുക ഭർത്താക്കന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമ നല്ല മൂവി.